بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇൻഷാല്ലാഹ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. കഴിഞ്ഞ ക്ലാസ് ഫിസിക്കൽ ആയതുകൊണ്ട് ഇതിൽ സ്ക്രീനിൽ നമ്മൾ കിതാബ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ലാഹ് കിതാബ് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ഭാഗത്ത് ഫിസിക്കലിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ഇൻഷാല്ലാഹ് ഇവിടെ അങ്ങനെ തന്നെ വായിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഫിസിക്കലിൽ കുറച്ച് വിശദമായി ചർച്ച നടന്നിരുന്നു കഴിഞ്ഞതിൽ. ഇൻഷാല്ലാഹ് നമുക്ക് ഇന്ന് ചർച്ചകൾ ആവശ്യമുള്ളവർക്ക് കൈവക്കിയിട്ട് ചർച്ചയിലേക്ക് വരാം കേട്ടോ. അങ്ങനെ അനിവാര്യമാണെന്ന് തോന്നുന്നതാണെങ്കിൽ ബയാന തഫ്സീലി ത്വരീഖി ഇലാ തഹദീബിൽ അഖ്ലാഖ്, സ്വഭാവം സംസ്കരിച്ചെടുക്കുന്നതിനുള്ള വഴികൾ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ പറഞ്ഞത് ഖദ് അറഫ്ത മിൻ ഖബ്ലു അന്നൽ ഇഅ്തിദാല ഫിൽ അഖ്ലാഖി ഹുവ സിഹത്തുൻ നഫ്സ്. നേരത്തെയുള്ള ചർച്ചയുടെ അൽഹാസിലാണ്, അതിന്റെ ഒരു മൊത്ത വിവരണമാണ് ഈ സ്വഭാവം, അതിൽ ഇഅ്തിദാൽ, അതിന്റെ മുത്തവസ്സിത്ത്, അതിന്റെ ഒരു മീഡിയം ലെവൽ, മധ്യനിലവാരം, അത് ആണ് മനസ്സിന്റെ ആരോഗ്യം. വൽ മൈലു അനിൽ ഇഅ്തിദാലി സഖമുൻ വ മറദുൻ ഫീഹാ. ആ മീഡിയം മധ്യ നിലവാരത്തിൽ നിന്ന് മേലോട്ടോ തായോട്ടോ പോയാൽ അതൊക്കെ രോഗമാണ്. കമാ അന്നൽ ഇഅ്തിദാല ഫി മിസാജിൽ ബദനി ഹുവ സിഹത്തുൽ ലഹു. ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലുള്ള ചേഞ്ച്, മാറ്റം, അത് രോഗമാണ്. വൽമൈലു അനിൽ ഇഅ്തിദാലി മറദുൻ, അത് നേരെയാകുന്നത് ആരോഗ്യമാണ്. വൽമൈലു അനിൽ ഇഅ്തിദാലി മറദുൻ ഫീഹി, അതിൽ നിന്ന് തെറ്റുന്നതാണ് രോഗം. ഫൽനത്തഖിദിൽ ബദന മിസാലൻ, ശരീരം പോലെ തന്നെയാണ് മനസ്സും. ഫനഖൂൽ, വിവരണം. മിസാലുൻ നഫ്സി ഫി ഇലാജിഹാ ബിമഹ്ദിർ റദാഇലി വൽ അഖ്ലാഖിർ റദീഅത്തി അൻഹാ. മനസ്സിന്റെ ആരോഗ്യം അത് ചികിത്സിച്ചിട്ട് മാറ്റുന്നയിടത്ത് മോശമായ സ്വഭാവത്തെ മാറ്റുക. വജൽബിൽ ഫളാഇലി വൽ അഖ്ലാഖിൽ ജമീലത്തി ഇലൈഹ, നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് അതിന്റെ ചികിത്സയുടെ ഉദാഹരണം. ഒരു ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. മിസാലുൽ ബദനി ഫി ഇലാജിഹാ ബിമഹ്ദിൽ ഇലലി അൻഹു വകസ്ബി സിഹത്തി ലഹു വജൽബിഹാ ഇലൈഹി. ശരീരത്തിന്റെ ചികിത്സ ഇതും അങ്ങനെ തന്നെ, ശരീരത്തിലെ മോശമായ സംഗതികൾ ഒഴിവാക്കുക, എന്നിട്ട് ആരോഗ്യത്തിന് ആവശ്യമായത് നടപ്പിലാക്കുക. വകമാ അന്നൽ ഗാലിബ അലാ അസ്ലിൽ മിസാജി അൽ ഇഅ്തിദാൽ, സാധാരണഗതിയിൽ മിസാജിൽ എപ്പോഴും ഇഅ്തിദാലാണ് പതിവ്, അതിന്റെ പൊതു സ്വഭാവം. വഇന്നമാ തഅ്തരിൽ മഅദത്തു അൽ മളറത ബിഅവാരിദിൽ അഗ്ദിയതി വൽ അഹ്വിയതി വൽ അഹ്വാലി. ശരീരത്തിന് രോഗം ഉണ്ടാകുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും മോശമായ രീതിയിൽ ശരീരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെയാണ് ശരീരത്തിന് രോഗം ഉണ്ടാകുന്നത്. വകദാലിക കുല്ലു മൗലൂദിൻ യൂലദു മുഅ്തദിലൻ സ്വഹീഹൽ ഫിത്ര. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതത്തിലാണ്. അവന്റെ മാതാപിതാക്കളാണ് അവന് യഹൂദി, നസ്രാനി, മജൂസി ഇതുപോലെയുള്ള പട്ടങ്ങൾ നൽകുന്നത്. അവിടെ പറഞ്ഞൊരു പ്രയോഗം നോക്കണം. അവന്റെ പരിസരം എന്ന അർത്ഥത്തിന് ഈ വിവരണം കൊണ്ടുവരുന്നുണ്ട്. ഒരു മനുഷ്യൻ പതിവിലൂടെ പരിശീലിച്ചെടുക്കുന്നതാണ് മോശത്തരങ്ങൾ. മോശമായ ആളെ കൂടെ കൂടി അങ്ങനെ പരിശീലിച്ചെടുക്കുന്നത്. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യന് ഒരു കമാലിയത്തില്ല തുടക്കത്തിൽ. ഫിത്രത്തുണ്ട്, ശുദ്ധപ്രകൃതം ഉണ്ട്, അതിന് കമാലിയത്തില്ല. ആ കമാലിയത്ത് വൈന്നമായ മുലു വയക്കുവ ഭക്ഷണം കഴിച്ച് അതുപോലെ അങ്ങനെ വളർന്ന് വലുതാകുക ചെയ്യും, ഉഷാറാകുകയാണ് ചെയ്യും. മനസ്സും ഇങ്ങനെ തന്നെയാണ്. മനസ്സ് നല്ലതാണ്, പക്ഷെ നല്ല വിഷയത്തിൽ കമാലിയത്ത് ഉണ്ടാകൂല. അതിങ്ങനെ പരിശീലിപ്പിച്ച് അങ്ങനെ ആകണം. അറിവ് എന്ന ഭക്ഷണം നൽകണം, പരിശീലകൻ വേണം, അതിങ്ങനെ വളർത്തി ഉഷാറാക്കുകയാണ് വേണ്ടത്.
ഇവിടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ എന്താ ചെയ്യേണ്ടത്? ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു റൂൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഉള്ള ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു റൂൾ സെറ്റ് ചെയ്യണം. ഭയങ്കര മരീലൻ ജൽബുസ്ഹത്തിയിലേക്ക് രോഗിയാണെങ്കിൽ ആരോഗ്യം ഉണ്ടാകാൻ ആവശ്യമായത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോർമൽ. ഇവിടെയാണ് നമ്മൾ സാധാരണ ഹാപ്പി സോണിന്റെ സിസ്റ്റത്തിൽ ന്യൂട്രീഷൻ ഒക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ ഒരു ആശയമാണ്. നല്ല ആരോഗ്യകരമായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. വക്കമാ അന്നൽ ബദന ഇൻകാന സ്വഖീഹൻ ഫശഅനു തസ്ബീബി തംഹീദുൽ ഖാനൂനിൽ ഹാഫിദ് ലിസ്ഹ ഫകദാലിക നഫ്സു മിൻ, ഇതുപോലെയാണ് മനസ്സും. ഇൻകാനത്ത് സക്കിയത്തൻ ത്വാഹിറത്തൻ മുഹദ്ദബത്തൻ, മനസ്സ് ഓൾറെഡി നല്ല പ്രകൃതത്തിൽ പോകുന്നതാണെങ്കിൽ ഫയംബഗി അൻ തസ്ആ ലിഹിഫ്ളിഹ, അത് സംരക്ഷിക്കാൻ ആവശ്യമായ പരിചരണം വേണം. വജൽബി മസീദ് ഖുവത്തിൻ ഇലൈഹ, കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യണം? ശക്തി, കഴിവ് ആർജിച്ചെടുക്കണം. വക്തിസാബി സിയാദത്തി സ്വഫാഇഹ, കൂടുതൽ സ്വഫാ നേടിയെടുക്കണം, ട്രാൻസ്പറൻസി നേടിയെടുക്കണം. ഒരു സ്വഫാ, ഒരു ഉള്ളും പുറവും കളങ്കമില്ലാത്ത അവസ്ഥ, അതാണ് സ്വഫാ. വൈകാനത്ത് അദീമത്തൽ കമാലി വസ്വഫാഇ, അതൊരു പരിപൂർണത ഇല്ലെങ്കിൽ ഫയംബഗിയൻ തസാലി ഹിഫ്ളിഹ ഫയംബഗിയൻ തസാലി ജൽബി ദാലിക ഇലൈഹ, അത് ഉണ്ടാക്കിയെടുക്കണം, വീണ്ടും വീണ്ടും പരിശീലിക്കണം. വകമാ അന്നൽ ഇല്ലത്തൽ മുഗയ്യിറത്തൽ ഇഅ്തിദാലിൽ ബദനിൽ മൂജിബത്തിൽ മറളി, രോഗമുണ്ടാകാൻ കാരണമാകുന്ന ഒരു കാരണം, ഒരു ഇല്ലത്ത്, അത് അഥവാ നമ്മുടെ മീഡിയം ലെവൽ മധ്യനിലവാരത്തെ തകർക്കുന്ന രോഗാവസ്ഥയിലേക്ക് നമ്മളെ ശരീരത്തെ കൊണ്ടുപോകുന്ന ഒരു രോഗം ലാ തുആലിജു ഇല്ലാ ബിദ്ദിഹ, അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. ഫൈൻകാനത്ത് മിൻ ഹറാറത്തിൻ ഫബിൽ ബുറൂദത്ത്, ചിലപ്പോൾ ശരീരത്തിന് രോഗം വരുന്നത് ഹറാറത്ത് കൊണ്ടായിരിക്കും. ചില ശരീരത്തിന് ഹറാറത്ത്, ഹീറ്റ്, ചൂട്, താപം കൂടുന്നതായിരിക്കും. ഫബിൽ ബുറൂദത്ത്, അവിടെ എന്താ കൊടുക്കേണ്ടത്? അതിനെ തണുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വൈൻകാനത്ത് മിൻ ബുറൂദത്തിൻ ഫബിൽ ഹറാറത്തി, ഇനി ബുറൂദത്ത് കൊണ്ടാണ്, തണുപ്പ് കൊണ്ടുള്ളതാണ് അതിന് അസുഖമെങ്കിൽ ഹറാറത്ത് കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ മനസ്സിന്റെ രോഗവും ഇതുപോലെ ചികിത്സിക്കേണ്ടത്, ഓപ്പോസിറ്റ് കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. അപ്പോ ജഹ്ലിനെ എങ്ങനെ ചികിത്സിക്കണം? തഅല്ലും കൊണ്ട് ചികിത്സിക്കണം. ജഹ്ലിനെ ചികിത്സിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ബിത്തഅല്ലുമി, തഅല്ലും കൊണ്ട് ചികിത്സിക്കണം. മറദൽ ബുഖ്ലി, പിന്നെ പിശുക്കിനെ ചികിത്സിക്കേണ്ടത് ബിത്തസഖി, ധർമ്മം കൊണ്ട് ചികിത്സിക്കണം. മറദൽ കിബിരി ബിത്തവാദുഇ, കിബിറിനെ തവാദു കൊണ്ട് ചികിത്സിക്കണം. മറദ ശറഹി ബിൽ കഫി അനിൽ മുസ്തഹ തകല്ലുഫൻ, ഈ ആർത്തി എങ്ങനെ ചികിത്സിക്കണം? ആർത്തിയുള്ള വിഷയങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ബോധപൂർവം വിട്ടു നിന്നിട്ട് ചികിത്സിക്കണം. വക്കമ അന്നഹു ലാബുദ്ദ മിനൽ ഇഹ്തിമാലി മറാറത്തി ദവാഇ, ഇവിടെ ചിലപ്പോൾ മരുന്നിന്റെ കയ്പൊക്കെ സഹിക്കേണ്ടി വരും. വശിദ്ദത്തു സുബ്രി അനിൽ മുസ്തഹയാത്തി, ആ വല്ലാതെ നമുക്ക് വൈകാരികതയുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അത് ഇലാജിൽ അബ്ദാനിൽ മരീവത്തി, ഒരു രോഗമുള്ള ശരീരത്തിന്റെ ചികിത്സക്ക് അങ്ങനെ ഒരു ആവശ്യമുള്ളത് പോലെ തന്നെ ഫക്കദാലിക ലാബുദ്ദ മിൻ ഇഹ്തിമാലി മിറാറത്തിൽ മുജാഹദത്തി, അതിലും മുജാഹദത്തിന്റെ കയ്പ് നമ്മൾ അനുഭവിക്കണം. അഥവാ നമ്മള് പരിശീലിക്കേണ്ടത്, കഠിനമായി പ്രയത്നിക്കേണ്ടത് ചെയ്യണം. മറലിൽ ഖൽബി ബൽ ഔല, ക്ഷമ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിന്റെ രോഗത്തെ പ്രതിരോധിക്കൽ അനിവാര്യമാണ്. ഫൈന്ന മറലൽ ബദനി, ഈ ശരീരത്തിന്റെ രോഗം യഖ്ലുസു മിൻഹു, അത് കഴിയും, അവസാനിക്കും. ബിൽ മൗത്തി, മരിച്ചാൽ അത് ശരീരത്തിന്റെ രോഗം തീർന്നു. മറദുൽ ഖൽബി, അതേ സമയത്ത് കൽബിന് രോഗം വന്നു പോയാൽ വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ, മറദുൻ യദൂമു ബഅദൽ മൗത്ത്, അത് മരണശേഷവും അത് നിലനിൽക്കും. അബദൽ ആബാദ്, എന്നേക്കുമായി നിലനിൽക്കും. അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് മനസ്സിന് എന്ത് ചെയ്യും? നടക്കണം, ചികിത്സ നടക്കണം. വക്കമാ അന്ന കുല്ല മുബറദിൻ ലാ യസ്ലുഹു ലിഇല്ലത്തിൻ സബബുഹ അൽ ഹറാറത്തു, ഈ ബർദ് കൊണ്ട് രോഗമുള്ളൊരു മനുഷ്യൻ
ലാ യസ്ലുഹു ലിഇല്ലത്തിൻ സബബുഹാ അൽ ഹറാറത്തു. അയാളുടെ ആ രോഗം അവിടെ അതിന്റെ കാരണം ഹറാറത്താണെങ്കിൽ എന്തു വേണം? അവിടെ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് കൊണ്ട് ചികിത്സ നടക്കണം. ഇല്ല ഇതാക്കാന അല ഹദ്ദിൻ മഖ്സൂസിൻ, അതൊരു അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയിലായിരിക്കണം. ഒരു ഹദ്ദു മഖ്സൂസ്, ഒരു അതിൻ്റെതായ ഒരു പരിധി അതിന് ആവശ്യമുണ്ടാകും. വയഖ്തലിഫു ദാലിക ബിശിദ്ദത്തി വദ്ദഅഫി, അത് ചിലപ്പോ അതിന്റെ കാഠിന്യത്തിനനുസരിച്ച് അതിങ്ങനെ ഏറുകയും കുറയുകയും ഒക്കെ ചെയ്യും. എത്ര അളവിൽ വേണം, എത്ര ഡോസിലാണ് പരിഹാരം വേണ്ടത് എന്നത് അത് ആപേക്ഷികമാണ്. വദ്ദവാമി വ അദമിഹി, പതിവായിട്ടുള്ളതാണ് അതിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട്. വബിൽ കസ്റത്തി വൽ ഖില്ലത്തി, കൂടുതലുണ്ടോ കുറവുണ്ടോ അതിനനുസരിച്ച്. വലാബുദ്ദഹു മിൻ മിഅയാരിൻ യുറഫു ബിഹി മിഖ്ദാറുൻ നാഫഇ മിൻഹു, അവിടെ ഒരളവ് കോല് വേണം, അതിൽ ഉപകാരപ്രദമായത് എത്രയാണ് എന്ന് മനസ്സിലാകുന്ന ഒരളവ് കോല് വേണം. ഫഇന്നഹു ഇല്ലം യഹ്ഫദ് മിഅയാറഹു സാദൽ ഫസാദു, അതിന്റെ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമാകും, ചികിത്സ കുഴപ്പമായി മാറും. ഫകദാലിക നഖാഇദു അല്ലതി തുആലിജു ബിഹൽ അഖ്ലാഖ ലാ ബുദ്ദ ലഹ മിൻ മിഅയാരിൻ, സ്വഭാവത്തിന് ചികിത്സിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ശരീരത്തിന് ചികിത്സിക്കുമ്പോൾ മരുന്നിന്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല, അളവ് കൂടിയാൽ വേറെ രോഗം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മനസ്സിന്. വകമാ അന്ന മിഅയാറ ദവാഇ മഅഖൂദുൻ മിൻ അയ്യാരിൽ ഇല്ലത്തി ഹത്താ ഇന്ന ത്വബീബ ലാ യുആലിജു മാ ലം യഅരിഫ് അന്നൽ ഇല്ലത മിൻ ഹറാറത്തിൻ ഔ ബുറൂദത്തിൻ. അതെ, അവിടെ ഈ ഒരു വിഷയം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഈ കാരണം പറയാൻ കഴിവുള്ളവരിൽ നിന്നാണ് അത് തീരുമാനിക്കേണ്ടത്. ഏതുപോലെ ഒരു ഡോക്ടർ എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും അയാൾക്ക് ഇതിന്റെ ശരിയായ കാരണം മനസ്സിലാക്കണം. ബുറൂദത്താണോ ഹറാറത്താണോ പ്രശ്നം, അയാളുടെ മിസാജ്, ശരീരത്തിന്റെ അടിസ്ഥാന ഘടകത്തിലെ മാറ്റം കൂടിയതാണോ കുറഞ്ഞതാണോ, രോഗം ഹറാറത്ത് ഹീറ്റായതാണോ അതല്ലെങ്കിൽ അത് കൂടുതൽ ഇതായതാണോ തണുത്തതാണോ പ്രശ്നം, അത് നോക്കണം. ഫൈൻ കാനത്ത് മിൻ ഹറാറത്തിൻ ഫയഅരിഫു ദറജതഹ അഹിയ ലഈഫത്തുൻ അം ഖവിയ്യത്തുൻ, അവിടെ ഹറാറത്താണ് പ്രശ്നമെങ്കിൽ അയാൾ നോക്കണം അതിന്റെ ഡിഗ്രി കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് നോക്കണം. ഫൈദ അറഫ ദാലിക ഇൽതഫത ഇലാ അഹ്വാലിൽ ബദനി വ അഹ്വാലിസ് സമാനി, അത് മനസ്സിലായാൽ അയാൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നോക്കും, ശരീരം നോക്കും, ശരീരത്തിന്റെ ഹീറ്റ് നോക്കും, ക്ലൈമറ്റിന്റെ ഹീറ്റ് നോക്കും. അപ്പൊ സ്വനായത്തിൽ മരീദി സിന്നിഹി, അതുപോലെ രോഗിയുടെ ഏർപ്പാടുകൾ എന്തൊക്കെയാണ്, അയാളുടെ ജീവിത രീതി എന്താണ്, എന്ത് ആക്ടിവിറ്റിയിലൂടെയാണ് അയാൾ ജീവിക്കുന്നത് നോക്കും, അയാളെ പ്രായം നോക്കും. വസാഇരി അഹ്വാലിഹി, മറ്റവസ്ഥ നോക്കും. സുമ്മ യുആലിജു ബിഹസബിഹ, അതിനനുസരിച്ചാണ് ചികിത്സ നടക്കുക. അപ്പൊ അതിനനുസരിച്ച് പരിശീലിച്ചാൽ മാറ്റം വരും എന്നത് ആണ് അതിന്റെ രത്നച്ചുരുക്കം. ഫകദാലിക അശ്ശൈഖുൽ മത്ബൂഉ അല്ലദീ യുതബ്ബിബു നുഫൂസൽ മുരീദീന വയുആലിജു ഖുലൂബൽ മുസ്തർശിദീന യൻബഗി അല്ലാ യഹ്ജുമ അലൈഹിം ബിർറിയാദത്തി വത്തകാലിഫി ഫീ ഫന്നിൻ മഖ്സൂസിൻ വഫീ ത്വരീഖിൻ മഖ്സൂസിൻ മാ ലം യഅരിഫ് അഖ്ലാഖഹും വഅംറാദഹും. ഇതുപോലെയാണ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദ്, അയാളെ പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ആളെയും തരവും നോക്കാതെ റിയാദകളും ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ആളെയും തരവും അയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അയാൾക്ക് ചികിത്സകളൊക്കെ നൽകേണ്ടത്. വകമാ അന്ന ത്വബീബ, അവിടെ ഒരു ഡോക്ടർ ലൗ ആലജ ജമീഅൽ മർളാ ബിഇലാജിൻ വാഹിദിൻ ഖതല അക്സറഹും, ഒരു ഡോക്ടർ എല്ലാരെയും ഒരേ ചികിത്സിച്ചാൽ അതിലധികം ആളും മരിക്കാൻ അത് കാരണമാകും. ഫകദാലിക ശൈഖു, ഇതുപോലെയാണ് ഒരു ഉസ്താദ്. ലൗ അശാറ അലൽ മുരീദീന ബിനമത്തുൻ വാഹിദിൻ, മുരീദന്മാർക്കെല്ലാം ശിഷ്യന്മാർക്കെല്ലാം ഒറ്റ പാറ്റേണിലാണ് അയാളെ ചികിത്സ പോകുന്നത്, അല്ലെങ്കിൽ മിന റിയാദത്തി, ഒരേ ഇതാണ് എല്ലാവർക്കും. അഹ്ലക്കഹും അമാത്ത ഖുലൂബഹും, അത് വലിയ അപകടം ഉണ്ടാക്കും. ഇന്നത്തെ കാലത്തെ ചില പഠന രീതിയൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, എല്ലാവർക്കും ഒന്നെ. അതില് ആളെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ അതിന്റെ ഡോസ് മാറ്റുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ഒരു മുരീദിന്റെ ഹാല് നോക്കണം, പ്രായം നോക്കണം, അയാളുടെ മിസാജ് നോക്കണം,
അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒമാ തഹ്തമിലുഹു ബിനിയ്യതിഹി മിനർ റിയാദത്തി, അയാള് എന്താണ് ആ റിയാദ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നോക്കണം. വയബ്ന അലാ ദാലിക റിയാദതഹു, അതിനനുസരിച്ചാണ് അയാൾക്ക് പരിശീലനങ്ങൾ കൊടുക്കേണ്ടത്. ഫൈൻ കാനൽ മുരീദു മുബ്തദിഅൻ ജാഹിലൻ ബിഹുദൂദി ശറഇ, ശറഅൊന്നും അറിഞ്ഞുകൂടാത്തൊരു മനുഷ്യനാണെങ്കിൽ ഫയുഅല്ലിമുഹു അവ്വലൻ അത്വഹാറത വസ്സലാത്ത, ശുദ്ധിയും നിസ്കാരവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വളവാഹിറൽ ഇബാദാത്തി, പ്രത്യക്ഷ ആരാധനകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഭയങ്കര മശ്ഗൂലൻ ബിമാലിൻ ഹറാമിൻ, ഹറാമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണെങ്കിലോ മുഖാരിഫൻ ലി മഅസിയത്തിൻ, എപ്പോഴും ഒരു തെറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഫയമുറുഹു അവ്വലൻ ബിതർക്കിഹ, ആദ്യം ഒഴിവാക്കാനാണ് അവരോട് പറയേണ്ടത്. ഫൈദാ തസയ്യന ളാഹിറഹു ബിൽ ഇബാദാത്തി വതഹറ അനിൽ മആസി മആസി ളാഹിറതി ജവാരിഹു, അയാള് ഇബാദത്തുകളൊക്കെ കൊണ്ടുവന്ന് അതുപോലെ പിന്നെ തെറ്റുകളൊക്കെ, പ്രത്യക്ഷ തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെയാകുമ്പോൾ നളറ ബിഖറാഇനിൽ അഹ്വാൽ ഇലാ ബാത്തിനിഹി, അയാളെ ഉള്ളിനെ കുറിച്ച് ചിന്തിക്കണം, ആന്തരിക അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണം. ലിയതഫത്തന ലി അഖ്ലാഖിഹി വ അംറാദി ഖൽബിഹി, അയാളുടെ ഉള്ളിലെ രോഗം എന്താണ് അതൊക്കെ അറിയായിട്ട് പിന്നെ ചിന്തിക്കണം. ഫൈൻ റഅ മഅഹു മാലൻ ഫാദിലൻ അൻ ഖദ്രി ദറൂറതിഹി, അയാൾക്ക് ആവശ്യമില്ലാത്ത സമ്പത്ത് കാണുന്നുണ്ടെങ്കിൽ അഖദഹു മിൻഹു വസറഫഹു ഇലൽ ഖൈറാത്ത്, അത് വാങ്ങിയിട്ട് നല്ലതിലേക്ക് ചെലവഴിപ്പിച്ചു കൊടുക്കണം. വഫറാ ഖൽബഹു മിൻഹു ഹത്താ ലാ യൽതഫിത ഇലൈഹി, അതും നോക്കി നടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അയാളുടെ മനസ്സിനൊന്ന് സ്ട്രെസ് ഒഴിവാക്കി കൊടുക്കണം. ഫൈൻ റഅ റുഊനത വൽ കിബ്റ വഇസ്സത്തൻ നഫ്സി ഗാലിബതൻ അലൈഹി, ചിലർക്ക് ഈ കിബുറും അതുപോലെ പിന്നെ കുറെ ഈ ആലങ്കാരികതകളിലേക്കുള്ള ആകർഷണീയതയൊക്കെ കൂടുതലാണെങ്കിൽ പ്രതാപം ഉണ്ടായി നടക്കണം, അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഫയമുറുഹു അൻ യഖ്റുജ ഇലൽ അസ്വാഖ്, അയാളോട് അങ്ങാടി പോയിട്ട് ലിൽ എന്താണ് ലിൽ ഖദിയത്തി വസ്സുആലി, അയാളോട് ജനങ്ങളോടൊക്കെ പൈസ വാങ്ങാൻ പറയണം, സംഭാവന എടുക്കാൻ പറയണം. ഫൈന ഇസ്സത്തൻ നഫ്സി വറിആസത ഇസ്സത്തൻ നഫ്സി വറിആസത ലാ തൻതസിറു ഇല്ലാ ബിദ്ദില്ലി, ചിലപ്പോ അത്തരം അനാവശ്യ പ്രതാപം, എന്താണ് ദുരഭിമാനം, അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അതൊന്നും പൊട്ടിക്കണം. വലാദുല്ല അഅ്ളമ മിൻ ദാലിക സുആൽ, അയാൾ സംഭാവന ചോദിക്കട്ടെ, അതാണ് അവിടെ ഏറ്റവും വലിയ അവിടെ അയാളെ പരിശീലനം. ഫയുകല്ലിഫുൽ മുവാദബത അലാ ദാലിക മുദ്ദത്തൻ, ഒരു നിശ്ചിത കാലം അങ്ങനെ ചെയ്യാൻ പറയും. ഹത്താ യൻകസിറ കിബ്റുഹു വഇസ്സു നഫ്സിഹി, അങ്ങനെ അയാൾ ആ ശരീരത്തിന്റെ പ്രതാപമൊക്കെ ഒന്ന് പൊട്ടി തകരണം. ഫൈനൽ കിബ്റ മിനൽ അംറാദിൽ മുഹ്ലികത്തി വകദാലിക റുഊന, ഈ അഹങ്കാരമൊക്കെ എന്താണ്, ഒരു ഭയങ്കര രോഗമാണ്. ഫൈൻ റഅൽ ഗാലിബ അലൈഹി നളാഫത ഫിൽ ബദനി വത്ഥിയാബി വറഅ ഖൽബഹു മായിലൻ ഇലാ ദാലിക ഫർഹം ബിഹി, ചിലര് ശരീരം ഇങ്ങനെ ഉഷാറാക്കി ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുക, അത് ഭയങ്കര വിഷയമായിട്ട് തോന്നുക, ശരീരത്തില് ഭയങ്കരമായിട്ട് ഉഷാറാകുക, അതിങ്ങനെ ഭയങ്കര വിഷയമായിട്ട് തോന്നുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ മുൽത്തഫിത്തൻ ഇലൈഹി, അതിങ്ങനെ എപ്പോഴും ഭയങ്കര അറ്റൻഷനാണ്. എന്നാൽ ഇസ്തഖ്ദമഹു ഫീ തഅഖുദി ബൈത്തിൽ മാഇ വതൻദീഫിഹി, അയാളോട് വൃത്തിയാക്കാൻ പറയണം, ഈ ഹൗദും കാര്യമൊക്കെ വൃത്തിയാക്കാൻ പറയും. വക്കനസിൽ മവാലിയിൽ ഖദറത്തി, അതുപോലെ അടിച്ചു വരാൻ പറയാം, ഈ മുറ്റവും ഇതൊക്കെ അടിച്ചു വരാൻ പറയാം. മുലാസമത്തിൽ മത്തുബഖി, ക്യാൻറ്റീൻ വൃത്തിയാക്കാൻ പറയാം. മവാലിയിൽ ദുഖാനി, അതുപോലെ ഇടക്കൊന്ന് ക്യാൻറ്റീനിൽ ജോലി ചെയ്യാൻ പറയാം. അയാളെ ആ വല്ലാത്ത നിളാഫത്താണ് ലോകം മൊത്തം എന്നുള്ള തോന്നലങ്ങ് മാറണം. ഫൈനല്ലദീന യുനളിഫൂന സിയാബഹും വയുസയ്യിനൂനഹു, വല്ലാതെ വസ്ത്രം വൃത്തിയാക്കുക എന്നുള്ളത് എന്തോ ഒരു ലോകമാണ് എന്ന് തോന്നുന്നു. വസ്ത്രം വൃത്തിയിൽ നടക്കണം, അതേസമയത്ത് അതാണ് ലോകം, ഒരു പെർഫെക്ഷനിസം ആ വിഷയത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വയതുലുബൂനൽ മുറഖഅത്തിൻ നദീഫത വസ്സജാദാത്തിൽ മുലവ്വനത ലാ ഫർഖ ബൈനഹും വബൈനൽ അറൂസില്ലത്തി തസയ്യന നഫ്സഹ തുസയ്യിനു നഫ്സഹ തുലൻ നഹാരി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചിലര്, അതായത് അവർക്ക് നിസ്കരിക്കാൻ ഒരു മുസല്ല വേണേ മുസല്ല ഭയങ്കര അലങ്കരിച്ചതായിരിക്കണം, ഭയങ്കര കളറായിരിക്കണം. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അവരീ പുതിയ പെണ്ണിന്റെ ഇതുപോലെയാണ്, ഓൽക്ക് ഒരു ദിവസം തീർത്ത് പണി,
അന്ന് അലങ്കരിക്കല. ഡ്രസ്സ് ഇടലാണ് ഒരു പകല് തീർത്ത് പണി. അതിന് 4 ആള് ജോലിക്കാർ. അതൊരു സൂക്കേടാണ്. അത് തന്നെയാണ് ഇയാൾക്കുള്ളത്. ഫലാ ഫർഖ ബൈന അൻ യഅ്ബുദൽ ഇൻസാനു നഫ്സഹു. ഇവിടെ അവനവന്റെ ശരീരത്തെ ആരാധിക്കുകയാണ്. യഅ്ബുദൽ ഇൻസാനു നഫ്സഹു, അയാളെ ശരീരത്തെ ആരാധിക്കുകയാണ്. അത് യഅ്ബുദു സനമൻ, അല്ലെങ്കിൽ ആ ശരീരം എന്ന ബിംബത്തെ ആരാധിക്കുകയാണ്. ഇത് ഒരു ആലങ്കാരിക ആത്മീയതയുടെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ഒരു പ്രയോഗമാണ്. ഫമഹ്മ അബ്ദുൻ ഗയ്യറല്ലാഹു തആല ഫഖദ് ഹജബ അനില്ലാഹി തആല. അതായത് ഇങ്ങനെ ചിന്തയുള്ള ആൾക്കാർക്ക് അള്ളാഹുവിലേക്ക് എത്തൽ വലിയ പാടല്ലേ. അയാളെ മനസ്സിൽ അള്ളാഹു ഇല്ല, അയാളെ മനസ്സിൽ ആകെ ഉള്ളത് ഈ ഡ്രസ്സാണ്. വമൻ റഅ ഫീ സൗബിഹി ശൈഅൻ സിവാ കൗനിഹി ഹലാലൻ വത്വാഹിറൻ. ഒരാളൊരു വസ്ത്രം ധരിക്കുമ്പോ അത് ഹലാലാകണം, ശുദ്ധിയും വൃത്തിയും പോലൊക്കെ ഉണ്ടാകണം എന്നതല്ലെങ്കിൽ മുറാഅത്തൻ യൽതഫിത്തു ഇലൈഹ ഖൽബുഹു ഫഹുവ മശ്ഗൂലുൻ ബിനഫ്സിഹി. അയാള് ആ പിന്നെ അതാണ് അയാളെ മനസ്സിൽ ആകെയുള്ള ചിന്ത. അങ്ങനെയാണെങ്കിൽ അയാളുടെ നഫ്സിനെ ആരാധിച്ച് കഴിയാണ്. അയാളിൽ പടച്ചോനെ കുറിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ട് അതുണ്ടാകുന്ന രീതിയിൽ മാറുക എന്നതാണ് ഒരു അനിവാര്യമായ സമീപന രീതി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പരിശീലനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു ചിന്താഗതി. എല്ലാം ഈ പിന്നെ സംഗതി നല്ല വൃത്തിയിൽ നടക്കണം, നല്ല കോലത്തിൽ നടക്കണം, ഇസ്സത്തിൽ നടക്കണം, നമുക്കാവശ്യമായ സാമ്പത്തികം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം. പക്ഷെ അതൊരു മനുഷ്യന് ആരോഗ്യമാണ് ആകെ പ്രധാനം. ആരോഗ്യം എന്ന് വിചാരിച്ച് മരിക്കുകയാണ്. അയാളെ മനസ്സിൽ ആകെ ഉള്ളത് ആരോഗ്യം. അങ്ങനല്ല. ആരോഗ്യം എന്നത് ഒരു വഴി മാത്രമായിരിക്കണം. തന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇത് മാറണം. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവാണ്. അതല്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടാണ്. വിവരണം റിയാദയിൽ കുറച്ച് മൈന്യൂട്ട് ലെവലിൽപ്പെട്ടതാണ്. ഇതാക്കാനൽ മുരീദു ലാ യസ്ഫു ബിതർക്കി റുഊനത്തി റഅ്സൻ ഔ ബിതർക്കി സിഫത്തിൻ ഉഖ്റാ വലം യസ്മഹ് ബിളിദ്ദിഹാ ദഫഅതൻ. ഒരു മുരീദിനോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല, ഒറ്റയടിക്ക് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഒരു ദഫഅതൻ പെട്ടെന്നിങ്ങ് മാറാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി കുഴപ്പം കുറവുള്ളത് പറഞ്ഞു കൊടുക്കണം. ഒറ്റയടിക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോ അയാൾ എന്ത് ചെയ്യണം? കുഴപ്പം കുറവുള്ള മറ്റൊരു ഹുലുക്ക്, അത് കുറച്ച് മദ്മൂമാണെങ്കിലും മറ്റൊന്നിലേക്ക് അയാളൊന്ന് മാറ്റണം. കുറച്ചും കൂടി കുഴപ്പമുള്ള വേറൊന്നിലേക്ക് മാറ്റണം. കല്ലദീ യഗ്സിലു ദമ ബിൽ ബൗലി. ഒരാള് പിന്നെ രക്തം മൂത്രം കൊണ്ട് കഴിക്കും പോലെ. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യട്ടെ, ഒരു കടുപ്പുള്ള ഒന്നിൽ നിന്ന് മാറിയിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി കുഴപ്പമുള്ള ഒന്നിലേക്ക് മാറുക. തുമ്മ യഗ്സിലുൽ ബൗല ബിൽ മായി. പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് തന്നെ കഴുകാം. അപ്പൊ ആ മാറ്റം, അതായത് അയാൾ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, ഉള്ള സ്ഥലത്ത് നിന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഇതാക്കാനൽ മാഉല യുസീലു ദമ. അവിടെ നേരെ വെള്ളം ഒഴിച്ചാല് രക്തം ഇത് പോകില്ല. അതേസമയത്ത് ഈ പറയപ്പെട്ട മറ്റൊരു നജസ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന് മാറും. എന്നാൽ അങ്ങനെ ചെയ്താൽ അവിടെ മാറ്റം ഉണ്ടാകും. കമാ യുറദിബു സുബിയ ഫിൽ മക്തബി ബിൽ ലാബി ബിൽ ഖുറത്തി വസുലജാനി വമാ അസ്ബഹു. ഒരു കുട്ടിയെ നേരെ എന്തിലും കിട്ടൂല, ലൈബ്രറിയിലേക്ക് കിട്ടൂല. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? ആ ലൈബ്രറിന്റെ അടുത്തുള്ള ഒരു പിന്നെ ഫുട്ബോൾ ടർഫിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ടർഫ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ടർഫ് തുടങ്ങാൻ എത്ര വരെ 15 മിനിറ്റ് കഴിയും, അതുകൊണ്ട് അതുവരെ ലൈബ്രറിയിൽ ഇരിക്കും എന്ന് പറയുന്നു. ഇതുപോലെ പിന്നെ പതുക്കെ ആ കളീന്റെ ഇതിൽ നിന്നൊക്കെ മാറ്റി അയാളെ എന്തിലേക്ക് കൊണ്ടുവരുന്നു? ഒരു ലൈബ്രറിയിലേക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നു. പിന്നെ അയാളോട് പറയുന്നു, ഇതിലായാൽ കുറെ സ്ഥാനമൊക്കെ കിട്ടും, നേതൃത്വമൊക്കെ കിട്ടും എന്ന് പറയുന്നു.
സുമ്മയൻഖുൽ മിനൽ ജാഹി തർദീബി ഫിൽ ആഖിറതി, പിന്നെ അയാളോട് പറയുന്നു ആഖിറത്തിന് ഇതാ നല്ലത് എന്ന് പറയുന്നു. നമ്മൾ സ്റ്റാർ സിസ്റ്റം ഒക്കെ നടപ്പിലാക്കുന്നതിന്റെ ഒരു ശൈലിയാണ്. ഫകദാലിക മല്ലം തസ്മഹ് നഫ്സുഹു ബിതർക്കിൽ ജാഹി, ഇതുപോലെ തന്നെയാണ് ഒരാൾ ജാഹ് ഉപേക്ഷിക്കാൻ, ഈ മോഹം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല ദഫഅത്തൻ ഒറ്റയടിക്ക്, അയാളോട് ചെയ്യുന്ന എന്താ ഫൽയൻഖുൽ ഇലാ ജാഹിൻ അഖഫ മിൻഹു, കുറച്ചും കൂടി സ്ഥാനം കുറവുള്ളത് പറയാം. വകദാലിക സായിറു സിഫാത്തി, ഇങ്ങനെയാണ് മറ്റെല്ലാ സംഗതിയിൽ നിന്നും ആളെ മാറ്റിക്കൊണ്ടുവരണം. വകദാലിക ഇദാ റഅ ശറഹ ത്വആമി ഗാലിബൻ അലൈഹി, ഒരാൾക്ക് ഭക്ഷണം ഭയങ്കര ആർത്തിയാണ്, അതൊരാളെ പ്രശ്നമാണ്. അൽസമഹു അസ്സൗമ വതഖലീല ത്വആമി, അയാൾക്ക് ഇടക്കൊരു നോമ്പ്, ഇടക്കൊന്ന് ഭക്ഷണം കുറക്കുക, പിന്നെ അങ്ങനെ ആ പതിവാക്കിക്കുക. സുമ്മ യുകല്ലിഫുഹു ഔ യുഹയ്യിഉഹു അൽ അത്വഇമത ലദീദത, എന്നിട്ട് അയാളെ എന്ത് ചെയ്യണം, പിന്നെ അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഇതിനൊക്കെ അയാളെ പ്രേരിപ്പിക്കണം. യുഖദ്ദിമുഹാ ഇലാ ഗൈരിഹി, എന്നിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുപ്പിക്കുക. അഹുവ ലാ യഅകുലു മിൻഹ, അയാൾ തീരെ ഇത് തിന്നുന്നില്ല. ഹത്താ യഖ്വാ ബിദാലിക നഫ്സുഹു, അങ്ങനെ അയാളെ മനസ്സ് ശക്തിപ്പെടും. ഫതഅബ്ബദു സ്വബ്റ വയൻകസിറു ശറഹുഹു, അങ്ങനെ അയാളുടെ ക്ഷമ ശക്തിപ്പെടും, അയാളുടെ അതിമോഹം അത്യാർത്തി നശിക്കും. ഡയറ്റിന്റെ ഒക്കെ ശൈലിയാണ്. ഫക്കദാലിക ഇദാ റആഹു, നമ്മള് ഈ ഹെർബൽ ലൈഫിന്റെ ന്യൂട്രീഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി അതിൽപ്പെട്ട ഒരു ശൈലിയും കൂടിയാണ്. ഫക്കദാലിക ഇദാ റആഹു ശാബൻ മുതശവ്വിഖൻ ഇല നിക്കാഹി, ചിലർക്ക് ഈ സെക്സ് ഭയങ്കര മാറ്റർ ആണ്. വഹുവ ആജിസുൻ അനി തൂലി ഫയഅ്മുറുഹു ബിസ്സൗമി, അയാൾക്ക് ആണെങ്കിൽ അതിനിട്ട് വകുപ്പുമില്ല. വറുബമാല, അയാളോട് നോമ്പ് വെക്കാൻ പറയാം. വറുബമാല തസ്കുനു ശർവത്തുഹു ബിദാലിക, എന്നിട്ടും അയാളുടെ വൈകാരികത ഒടുങ്ങുന്നില്ലെങ്കിൽ ഫയഖ്റുഹു അൻ യുഫ്തിറ ലൈലത്തൻ അലൽ മാഇ, ഒരു തവണ നോമ്പ് മുറിക്കുന്ന വെറും വെള്ളം മാത്രം കഴിക്കാം. ദൂനൽ ഖുബ്സി, ഫുഡൊന്നും കഴിക്കാതെ. വലൈലത്തൻ അലൽ ഖുബ്സി ദൂനൽ മൂസി, ഒരു ദിവസം അധികം വെള്ളം കുടിക്കാതെ ഫുഡ് മാത്രം കഴിക്കും. മാംസമൊക്കെ ഒഴിവാക്കാൻ പറയാം, മാംസവും കറിയും ഒക്കെ പറ്റി ഒഴിവാക്കാൻ പറയും ഒരു തവണ. ഹത്താ തദില്ലു നഫ്സുഹു വതന്തസിറു ശഹ്വതുഹു, അങ്ങനെ അയാളുടെ വൈകാരികത ഒന്ന് ഒതുങ്ങുക. ഫലാ ഇലാജ ഫീ മബ്ദഇൽ ഇറാദത്തി അൻഫഉ മിനൽ ജൂ, പൊതുവെ ഈ വിശപ്പ് നല്ലൊരു ട്രീറ്റ്മെന്റ്, ശരീരത്തിന് നല്ലൊരു ട്രീറ്റ്മെന്റ്. ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അൽസമഹുൽ ഹിൽമ വസുകൂത, അയാൾക്ക് എപ്പോഴും നല്ല സൈലന്റ് ആകാൻ അവസരം കൊടുക്കും. വസല്ലത അലൈഹി മൻ യസ്ഹബുഹു മിമ്മൻ ഫീഹി സൂഉ ഖുലുഖിൻ, എന്നിട്ട് അയാളെ കൂടെ വളരെ മോശ സ്വഭാവമുള്ള ഒരാളെ കൂട്ടി കൊടുക്കുക. അങ്ങനെ ക്ഷമ പഠിപ്പിക്കുക. വയൽസമുഹു ഖിദ്മത മൻ സാഅ ഖുലുഖുഹു, മോശ സ്വഭാവമുള്ള ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറയും. ഹത്താ യുമർരിന നഫ്സഹു അലൽ ഇഹ്തിമാലി മഅഹു, അത് എന്ത് ചെയ്യാൻ പറയാം, സഹിക്കാൻ പറയാം, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. കമാ ഹുക്കിയ അൻ ബഅദിഹിം അന്നഹു കാന യുഅബ്ബിദു നഫ്സഹു അൽ ഹിൽമ വയുസയ്യിലു അൻ നഫ്സിഹി ശിദ്ദത്തൽ ഗളബി, ചില മഹാന്മാരെയൊക്കെ അങ്ങനെ കാണാം. കമാ ഹുക്കിയ അൻ ബഅദിഹിം അന്നഹു കാന യുഅബ്ബിദു നഫ്സഹു അൽ ഹിൽമ വയുസീലു അൻ നഫ്സിഹി ശിദ്ദത്തൽ ഗളബി ഫകാന യസ്തഅ്ജിറു മൻ യസ്തിമുഹു അലാ മലഇൻ മിനൻ നാസി വയുകല്ലിഫു നഫ്സഹു സ്വബ്റ, ചില മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്താണ്. ജനമധ്യത്തിൽ വെച്ച് പിന്നെ ഇയാളോട് മോശമായി പെരുമാറുന്ന മോശം സ്വഭാവമുള്ള ഒരാളെ വിളിക്കുക, എന്നിട്ട് അപ്പൊ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും, വയുകല്ലിഫു നഫ്സഹു സ്വബ്റ, ക്ഷമിക്കാൻ പ്രേരിപ്പിക്കാം. ചെറിയ ഡൗട്ട് ഉണ്ട്, അതിന്റെ ശരിയായ രൂപത്തിൽ വായിച്ചാൽ മതി. അങ്ങനെ എന്ത് മാറുക, അതിന്റെ ഒരു മസലായിട്ട്, ഒരു ഉദാഹരണമായിട്ട് മാറണം, മോഡലായിട്ട് മാറണം, ദേഷ്യം കടിച്ചൊതുക്കി പിടിക്കാൻ പറ്റുന്ന ഒരാളായി മാറും. ചിലര് ഭീരുത്വമുള്ളവര് അവിടെ ധീരത വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഫക്കാന യർക്കബുൽ ബഹ്റ ഫി ശിതാഇ, തണുപ്പില് സമുദ്രത്തിൽ യാത്ര ചെയ്യുക.
ഇന്ദുറാബിൽ അംവാജ്, വലിയ തിരമാലയുള്ള സമയം. വഇബാദുൽ ഹിന്ദി യുആലിജൂനൽ കസ്ല അനിൽ ഇബാദത്തി ബിൽ ഖിയാമി തൂലൽ ലൈലി അലാ നസ്ബത്തിൻ വാഹിദത്തിൻ. ഒരു പലകന്റെ മോള് ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യാം. അത് മടിയുള്ള ആൾക്കാർക്ക് ചികിത്സയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നേരത്തെ ഇന്ത്യക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. വബഅദു ശുയൂഖ് ഫി ഇബ്തിദാഇ ഇറാദത്തിഹി കാന യക്സുലു അനിൽ ഖിയാമി ഫഅൽസമ നഫ്സഹുൽ ഖിയാമ അലാ റഅസിഹി തൂലൽ ലൈൽ. ചില ആൾക്കാര് പിന്നെ നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാ, ഒരു രാത്രി മുഴുവനും അവിടെ അടുത്ത് നിസ്കരിക്കാൻ പറയാം. ലിയസ്മഹ ബിൽ ഖിയാമി അല റജുലി അൻ തൗഇൻ, എന്നിട്ട് അങ്ങനെ അത് പരിശീലിക്കുക. വആലജ ബഅദുഹും ഹുബ്ബൽ മാലി, സാമ്പത്തിക മോഹമുള്ള ആൾക്കാർക്കുള്ള ചികിത്സ ബിഅൻ ബഅ ജമീഅ മാലിഹി വറമാ ബിഹി ഫിൽ ബഹരി, സ്വത്ത് തീർത്ത് വിറ്റിട്ട് അത് സമുദ്രത്തിൽ എറിയാൻ പറഞ്ഞു. ഇത് ഖാഫ മിൻ തഫ്രിഖതിഹി അലന്നാസി റൂനത്തൽ ജൂദി വറിയാഇ ബിൽ ബദ്ലി. ചില ആൾക്കാർക്ക് ഈ ധർമ്മം കൊടുക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഒരു അഹങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്. അവരെ അതൊക്കെ അത്തരം അതിനോടുള്ള ആ ഇസം, അതിന് വഴങ്ങുന്നൊരവസ്ഥ, അതാണ് എല്ലാം എന്ന് തോന്നുന്നൊരവസ്ഥ, അത് മാറ്റുക. ഫഹാദിഹിൽ അംസിലത്തു തഅരിഫുക ത്വരീഖൽ മുആലജത്തുൽ ഖുലൂബ്, ഹൃദയത്തെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഫലൈസ ഖറദുനാ ദിക്റു ദവാഇ കുല്ലി മറദിൻ, എല്ലാ രോഗവും ഇവിടെ പറയലല്ല നമ്മുടെ ലക്ഷ്യം. ഫഇന്ന ദാലിക സയതി ഫി ബഖിയത്തിൽ കുതുബ്, അത് ശേഷം വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് വഇന്നമ ഖറദുന അത്തൻബീഹു അലാ അന്ന ത്വരീഖൽ കുല്ലിയ, മൊത്തത്തിലൊരു വഴി എന്താണ് എന്ന് പറഞ്ഞതാണ്. ഫീഹി സുലൂക്കുൻ മസ്ലക്കിൽ മവാദിൽ കുല്ലി മാ തഹ്വാഹു നഫ്സു വതമീലു ഇലൈഹി, മനസ്സ് ആഗ്രഹിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പരിശീലന മാർഗം ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ പറഞ്ഞതാണ്. അല്ലാതെ ഈ പറഞ്ഞത് നേരെ ഇന്നതിന് ഇന്ന ചികിത്സ എന്ന് പറയാനല്ല. വഖദ് ജമഅ അല്ലാഹു ദാലിക കുല്ലഹു ഫീ കിതാബിഹിൽ അസീസ് ഫീ കലിമത്തിൻ വാഹിദത്തിൻ, ഖുർആനിലെ ഒറ്റ വാക്കിൽ ഇതെല്ലാം കൂടിയുണ്ട്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹാ അനിൻ നഫ്സി അനിൽ ഹവാ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹാ നഫ്സ അനിൽ ഹവാ എന്ന ഒറ്റ ആയത്തിൽ ഇതെല്ലാം കൂടിയുണ്ട്. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, എപ്പോഴും മനസ്സിനെതിരെ പ്രവർത്തിക്കുക. വല്ലസുലു അൽ മുഹിമ്മു ഫിൽ മുജാഹദത്തി അൽ വഫാഉ ബിൽ അസ്ം, നമ്മുടെ ഉറപ്പ് വീട്ടുക. ഫഇദ അസ്മ അലാ തർക്കി ശഹവത്തിൻ ഫഖദ് തയസ്സറത് അസ്ബാബുഹാ, ഒരു വൈകാരികത ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് എളുപ്പമാണ്. വയകൂനു ദാലിക ഇബ്തിലാഅൻ മിനല്ലാഹി തആല വഖ്തിബാറൻ, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായി അത് മാറും. ഫയംബഗി അൻ യസ്ബിറ വയസ്തമിറ, ക്ഷമിച്ച് അതിൽ ഉറച്ചു നിൽക്കുക. ഫഇന്നഹു ഇൻ അബ്ദ നഫ്സഹു തറക്കൽ അസ്മ അലിഫത്ത് ദാലിക ഫഫസദത്, ഒരാള് അത് പതിവാക്കിയിട്ട് അതിൽ ഉറപ്പ് ഒഴിവാക്കിയാൽ അത് നടക്കൂല, ഉറപ്പ് വേണം. വൈദത്തഫഖ മിൻഹു നഖ്ലു അസ്മിൻ ഫയംബഗി, ഒരു ഉറപ്പിച്ചത് ഒരിക്കൽ വിട്ടുപോയാൽ ഫയംബഗി യുൽസിമ നഫ്സഹു ഉഖൂബത്തൻ അലൈഹി, അതിന് ശിക്ഷയായിട്ട് വീണ്ടും ചെയ്യാൻ പറയണം. കമാ ദക്കർനാഹു ഫീ മുആഖബത്തിൻ നഫ്സി ഫീ